കാരുണ്യ TTI വട്ടവിളയുടെ 2026-28 അധ്യയന വർഷത്തിലെ DLED വിദ്യാർത്ഥികളുടെ പ്രവേശനോത്സവം പാറശാല MLA ശ്രീ CK ഹരീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പ്രസ്തുത യോഗത്തിൽ പാറശാല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഉഷകുമാരി അധ്യക്ഷത വഹിച്ചു. കാരുണ്യ TTI പ്രിൻസിപ്പൽ ശ്രീ ജോസ് കുട്ടി യോഗത്തിന് സ്വാഗതം ആശംസിച്ചു. നിശ്ചയമായും പ്രതീക്ഷയാണ് നമ്മൾ മുന്നോട്ട് നടത്തുന്നത്. പ്രതീക്ഷയില്ലെങ്കിൽ നമ്മൾ മുന്നോട്ട് നടത്തില്ല. ആ പ്രതീക്ഷ സഫലമാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന വിവരം ആദ്യം തന്നെ നിങ്ങളെ അറിയിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അനു ക്രിസ്പിൻ. ഞാൻ 2ാം വർഷ DLED വിദ്യാർത്ഥിയാണ്. ഈ കോളേജിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അധ്യാപനം എന്ന ഒരു സ്വപ്നം ലക്ഷ്യം കാണുന്ന ഏതൊരു വിദ്യാർത്ഥിക്കും ഇവിടെ വന്ന് പഠിക്കാൻ സാധിക്കും. കാരണം അത്രയ്ക്ക് നല്ലൊരു കോച്ചിങ് ആണ് ഇവിടെ നിന്ന് ലഭിക്കുന്നത്. പ്രശസ്ത അമേരിക്കൻ എഴുത്തുകാരനായ വില്യം ഓർദർ ഇങ്ങനെ പറയുകയുണ്ടായി, എ ഗുഡ് ടീച്ചർ ഓൾവേസ് ഇൻസ്പയർസ്. അങ്ങനെ ഒരു ഗുഡ് ടീച്ചറായിട്ട് ഈ സമൂഹത്തിലെ നല്ല കുഞ്ഞുങ്ങളെ വാർത്തെടുക്കുവാൻ, പുതിയ തലമുറയെ രൂപപ്പെടുത്തിയെടുക്കുവാൻ അങ്ങനെ ഒരു ടീച്ചറായി മാറണമെങ്കിൽ നിങ്ങൾക്ക് ഈ സ്ഥാപനത്തിൽ വന്ന് പഠിക്കാം. നിങ്ങളുടെ ഭാവി ഏറ്റവും സുരക്ഷിതമായി തീരും. എൻ്റെ പേര് അഞ്ജലി. കാരുണ്യ TTI വട്ടവിളയിലെ 2ാം വർഷ അധ്യാപക വിദ്യാർത്ഥിയാണ് ഞാൻ. ഇവിടെ വളരെയധികം മികച്ച അധ്യാപനമാണ് ഞങ്ങൾക്ക് ലഭിക്കുന്നത്. ഏത് സമയത്തും ഡൗട്ട് ചോദിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള അധ്യാപക വൃന്ദങ്ങളാണ് ഇവിടെ ഞങ്ങൾക്ക് ക്ലാസ് നയിക്കുന്നത്. ഒപ്പം തന്നെ കേറ്ററ്റിൻ്റെ പരിശീലനവും ഞങ്ങൾക്ക് ഇവിടെ തന്നെ ലഭിക്കുന്നുണ്ട്. ഏത് രീതിയിലും ട്രെയിനിങ് പൂർത്തിയാക്കുന്നതിന് മുൻപ് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ പ്രാഗൽഭ്യമുള്ള ടീച്ചർമാരുടെ ക്ലാസ്സുകൾ തന്നുകൊണ്ട് ഞങ്ങളെ നല്ല മികച്ച അധ്യാപകരായിട്ടാണ് ഇവിടെ നിന്ന് ഞങ്ങൾ ഓരോരുത്തരും പുറത്തോട്ട് പോകുന്നതും ഇന്റേൺഷിപ്പിന് പോകുന്നതും. കൃത്യമായ സമയത്ത് തന്നെ പഠിക്കാനുള്ള പോർഷനുകളെല്ലാം തന്നെ പൂർത്തിയാക്കുവാനും അതുപോലെ തന്നെ ഏത് സമയത്തും ഡൗട്ടുകൾ ക്ലിയർ ചെയ്യുവാനുമുള്ള അവസരം ഞങ്ങൾക്ക് ഇവിടെ ലഭിക്കാറുണ്ട്. അതിനാൽ തന്നെ അധ്യാപകരാകാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഏതൊരു വിദ്യാർത്ഥിക്കും കാരുണ്യ TTI നല്ലൊരു ഓപ്ഷനാണ്. ഇവിടുത്തെ ക്ലാസ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഏറ്റവും നല്ലതായിട്ടുള്ള ക്ലാസ്സുകളാണ് ഞങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത്. പിന്നെ ഇവിടുത്തെ സാറുമാർ വളരെ മികച്ച സാറുമാരാണ് നമുക്ക് പഠിപ്പിക്കാനുള്ളത്. നല്ല രീതിയിൽ പഠിപ്പിക്കുകയും നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ ക്ലാസ്സുകൾ എടുക്കുകയും ചെയ്യുന്നു. ഇവിടെ അധ്യാപകരെ കുറിച്ച് എടുത്ത് പറയാമെങ്കിൽ വളരെ അത്രയും ഞങ്ങൾക്ക് കെയർ തരുന്നു. പിന്നെ പഠന അന്തരീക്ഷം വളരെ മികച്ചതാണ്. പഠനത്തിന് കുറച്ചുകൂടെ മെച്ചപ്പെടുത്താനും ഇവിടുത്തെ ഓരോ ആക്ടിവിറ്റീസ് സഹായിക്കുന്നു. അധ്യാപകരാണെങ്കിലും എല്ലാവരും വിദ്യാർത്ഥികളുടെ കൂടെ നിന്ന് തന്നെ വളരെ നല്ല രീതിയിൽ ഞങ്ങളെ പഠിപ്പിക്കുന്നു. സാറുമാരും എല്ലാം വളരെ ഫ്രണ്ട്ലിയാണ്. നമുക്ക് ഒരിക്കലും ഒരു സ്റ്റുഡൻ്റ് ആയിട്ട് ഇരിക്കുന്നതിലുപരി വളരെ സന്തോഷത്തോടും സ്നേഹത്തോടും കൂടിയാണ് അവർ പഠിപ്പിക്കുന്നത്. അതുമാത്രമല്ല നമ്മളെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസൊക്കെ നമുക്ക് വളരെ ഡെവലപ്പ് ആവും. നമുക്ക് മൈക്ക് പിടിക്കേണ്ട ടെൻഷൻ, പേടി, സ്റ്റേജ് ഫിഗർ എല്ലാം മാറിക്കിട്ടും. വളരെ നല്ല കോഴ്സാണ്. നല്ല ഫാക്കൽറ്റീസ്, നല്ലൊരു പഠനാന്തരീക്ഷമാണ് ഇവിടെ നിന്ന് കിട്ടുന്നത്. നല്ലൊരു നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു അന്തരീക്ഷവും നന്നായി പഠിക്കാനുള്ള മികവ് ഇവിടെ നിന്ന് കിട്ടും. ഇവിടുത്തെ നല്ല അന്തരീക്ഷമാണ്. നല്ല എല്ലാ കാര്യത്തിനും പഠിക്കാനുള്ള ഒരു സപ്പോർട്ടും എല്ലാ ടീച്ചർമാരിന്നും എല്ലാം കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ എന്ത് സംശയം ഉണ്ടായിരുന്നാലും നമ്മളൊരു ഫ്രണ്ട് എന്ന രീതിയിൽ ടീച്ചറോട് സംസാരിച്ച് ചെയ്യുവാനുള്ള ഒരു നല്ലൊരു ക്ലാസ്സാണ് ഇവിടെ കിട്ടുന്നത്. ആശംസകൾ നേർന്നുകൊണ്ട് ചെങ്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സോമരാജ്, കാരുണ്യ TTI മാനേജർ ശ്രീ D രജീവ്, മാനേജിംഗ് ട്രസ്റ്റി അഡ്വക്കേറ്റ് രാഹുൽ RP, മാനേജിംഗ് ട്രസ്റ്റി ശ്രീമതി പ്രവീജ, വിക്ടറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ റിട്ടയർഡ് പ്രിൻസിപ്പൽ ശ്രീ ജ്യോതികുമാർ എന്നിവർ സംസാരിച്ചു. അധ്യാപക വിദ്യാർത്ഥികളെ വാർത്തെടുക്കുന്ന ഒരു സ്ഥാപനമാണ് ഈ സ്ഥാപനം. കാരുണ്യ TTIയെ സംബന്ധിച്ചിടത്തോളം വളരെ മികച്ച അധ്യയനം ഇതിനു മുൻപ് പഠിച്ച കുഞ്ഞുങ്ങൾക്കായി ഞങ്ങൾക്ക് കാഴ്ചവെക്കാൻ കഴിഞ്ഞു. അതിനൊരു ഉദാഹരണമാണ് കഴിഞ്ഞ കേറ്ററ്റ് കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ്, അതായത് കേറ്ററ്റ് പരീക്ഷയിൽ 17 കുട്ടികൾക്ക് യോഗ്യത നേടാൻ ഇടയായി എന്നത് വളരെ അഭിനന്ദനാർഹം ആയ കാര്യമാണ്. ഞങ്ങളുടെ അധ്യാപകർ വളരെ അർപ്പണ മനോഭാവത്തോടെ പ്രവർത്തിക്കുന്നു. ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ഇവിടെ നിന്ന് പഠിച്ചു പുറത്തു പോകുന്ന അധ്യാപക വിദ്യാർത്ഥികൾ നാളുകളിൽ മികവാർന്ന അധ്യാപകരായി മാറും എന്നതിൽ യാതൊരു സംശയവും ഇല്ല. പ്രത്യേകിച്ചും ഈ DLED പഠനത്തെ സംബന്ധിച്ചിടത്തോളം
2030 വർഷമൊക്കെ ആകുമ്പോൾ കേരള സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിൽ ധാരാളം റിട്ടയർമെൻറ്റ് വേക്കൻസികൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഈ കോഴ്സിൽ ചേർന്ന് പഠിക്കുന്നത് ഏറ്റവും നല്ലതാണ്. കേറ്ററ്റ് യോഗ്യത കൂടെ നേടിക്കഴിഞ്ഞാൽ PSCക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ മറ്റ് സ്വകാര്യ സ്ഥാപനങ്ങളിൽ മാനേജ്മെൻറ്റ് സ്ഥാപനങ്ങൾ, ഗവൺമെൻറ് ശമ്പളം കിട്ടുന്ന മാനേജ്മെൻറ്റ് സ്ഥാപനങ്ങളിൽ അധ്യാപകരായി ജോലി ചെയ്യാൻ ഒക്കെ ഇട നൽകുന്ന വളരെ നല്ല +2 കഴിഞ്ഞ എല്ലാ കുട്ടികൾക്കും ഏറ്റവും ആദ്യം പഠിച്ചിരിക്കേണ്ട ഒരു കോഴ്സാണ്, ഒരു പ്രൊഫഷണൽ കോഴ്സാണ്, തൊഴിലധിഷ്ഠിത കോഴ്സാണ് ഈ DLED. നിങ്ങളെല്ലാവരെയും ഈ നിങ്ങളുടെ ബന്ധുക്കളോ ആരെങ്കിലുമൊക്കെ +2 കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഉയർന്ന പഠനം ഏതോ ആകട്ടെ, സാധാരണ MEd കഴിഞ്ഞ കുട്ടികൾ ഇവിടെ വന്ന് പഠിക്കുന്ന ചരിത്രമുണ്ട്. അതുപോലെ തന്നെ MBBS പകുതി വഴിയിൽ വെച്ച് പഠനം നിർത്തിയിട്ട് ഇവിടെ വന്ന് പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, MTech കഴിഞ്ഞ് ഇവിടെ വന്ന് പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ഉണ്ട്. അപ്പോൾ മനസ്സിലാക്കണം, ഇതിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ്. വേഗത്തിൽ തൊഴിൽ നേടാൻ കഴിയുന്ന സാഹചര്യമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരെയും ഈ സ്ഥാപനത്തിലേക്ക് DLED കോഴ്സ് പഠിക്കുന്നതിനായി സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. GTV ന്യൂസ് നെയ്യാറ്റിങ്കര.